എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം വീട്ടിലേക്ക് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കും എന്തായാലും നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അധികം റേറ്റ് ഒന്നുമില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെറിയ ചെറിയ ഓർഗനൈസേഴ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് തന്നെ ഞാൻ ഈ ഒരു ഓർഗനൈസർ കാണിച്ചു തരാം. ഇത് ഇങ്ങനത്തെ 3 സെറ്റാണ് വരുന്നത്, 3 ടൈപ്പ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഉള്ള ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ അറിയാൻ പറ്റും. നമുക്ക് പലതരത്തിൽ നമുക്കിത് ഓർഗനൈസ് ചെയ്യാം. നമുക്ക് ഇത് ഒരു സ്റ്റാൻഡ് തന്നെ നമുക്ക് നമ്മുടെ മേക്കപ്പിനാണ് മെയിനായിട്ടും. മേക്കപ്പ് ലിപ്സ്റ്റിക് ഇട്ട് വെക്കാനും, അതുപോലെ തന്നെ ഇനി നമുക്ക് കമ്മലുകൾ വേണമെങ്കിൽ കമ്മലുകൾ ഇട്ട് വെക്കാൻ, അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികൾക്കുള്ള പെൻസില്, സ്കെയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ് ആയാലും നമുക്ക് ചെറിയ ചെറിയ ഇതിലായിട്ട് കുട്ടികളുടെ ആയാലും നമ്മൾ വലിയവരുടെ ആയാലും അറേഞ്ച് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൽ അത്രയൊക്കെ തന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വളകള് അതുപോലെ തന്നെ എല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതിന് വന്നിട്ട് നമുക്ക് റേറ്റ് വന്നിട്ട് 288 rupees ആണ്. അപ്പോൾ ഇത് എവിടെന്നാ ഞാൻ നോക്കട്ടെ, ലിങ്ക് ഞാൻ ഉണ്ടെങ്കിൽ താഴെ കൊടുക്കാം കേട്ടോ. ഇത് നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്യാവശ്യം നല്ല ബലമുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാധനം. പിന്നെ നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ചെറിയൊരു ഡസ്റ്റ്ബിൻ ആണ്. ഇത് നമുക്ക് എന്താ പറയാ, നമ്മുടെ ടേബിളിൽ വെക്കണമെങ്കിൽ വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ കുട്ടികളുടെ മെയിനായിട്ടും കുട്ടികൾക്ക് എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഷാർപ്നേഴ്സും അങ്ങനെയൊക്കെ ചെത്തുമ്പോൾ അങ്ങനെ നമ്മുടെ ടേബിളിൽ തന്നെ വേണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പെന്നുകളും ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു പെൻ സ്റ്റാൻഡ് പോലെ ആയാലും ഇത് യൂസ് ചെയ്യാം. പല കാര്യങ്ങളും നമുക്ക് എടുത്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഓർണമെന്റ്സോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആയാലും ഇതൊരു ബോക്സ് പോലെയും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു ഡസ്റ്റ്ബിൻ പോലെയും യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം, ചെറിയൊരു ബോക്സ് ആയതുകൊണ്ട് നല്ല ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കാര്യം കേട്ടോ. ഇതും നല്ലൊരു യൂസ്ഫുൾ ആണ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ വേറൊരു കാര്യമാണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പൊ പ്രത്യേകിച്ചും നമുക്ക് എല്ലാവർക്കും മാസ്ക് ആണ് തൂക്കിയിടാൻ സംഭവം. നോക്കിയേ നിങ്ങൾ, ഇപ്പൊ കുട്ടികളുടെ ആയാലും ഇപ്പൊ കഴുകിയിടാൻ വെച്ചാല് അല്ലെങ്കിൽ എപ്പോഴും ഇത് പറന്നു പോവും, അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനെ എല്ലാം കൂടി, അപ്പൊ നമുക്ക് ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് എല്ലാം കൂടി കഴുകിയിട്ട് ഇങ്ങനെ ആക്കിയും വെക്കാം. അപ്പൊ നല്ല എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് സൗകര്യമാണ്. ഇത് മാസ്കുകൾ മാത്രമാണ്. ഇപ്പൊ മാസ്കുകൾ ആയതുകൊണ്ട് ഞാൻ മാസ്കുകൾ എന്ന് പറഞ്ഞു. മാസ്കുകൾ മാത്രമല്ല, നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ ടവലുകള്, ഇന്നേഴ്സ് ഒക്കെ നമുക്ക് ഇതിലിങ്ങനെ തൂക്കിയിടാം. പ്രത്യേകിച്ചും മാസ്കുകൾ നമുക്ക് ആക്കണമെങ്കിൽ ആക്കാം. അതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം. ഇതിന് അത്ര റേറ്റ് ഒന്നും വരുന്നില്ല. നമുക്ക് 50 rupees അത്രയാ റേറ്റ് വരുന്നുള്ളൂ. പക്ഷെ സംഭവം അടിപൊളിയാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ ഒരു വേറൊരു ഇതാണ് ഈ ഒരു ഇത് കേട്ടോ. ഇതിന് നമുക്ക് 150 rupees ആണ് ഇത് MRP കൊടുത്തിരിക്കുന്നത്. പക്ഷെ 195 rupees ഉള്ളൂ. ഇതായാലും നമുക്ക് മാസ്ക് ഒക്കെ തൂക്കിയിട്ട് അടിപൊളി സാധനമാണ്. അപ്പൊ ഇത് ഞാനിപ്പോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഹാങ്ങേഴ്സ് ഒക്കെ തൂങ്ങിക്കിടക്കും. അപ്പൊ നമുക്ക് പലതരത്തിൽ നമുക്ക് മാസ്കുകൾ മാത്രമല്ല നമ്മുടെ ഇന്നേഴ്സ് ആയാലും തൂക്കിയിടാം. അതുപോലെ തന്നെ ടവലുകള്, അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇപ്പൊ മഴക്കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ. ഇപ്പൊ പിന്നെ വെയിലായതുകൊണ്ട് നമുക്ക് അത്ര കുഴപ്പമില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ ചെറിയ ചെറിയ ഇന്നേഴ്സ് ഒക്കെ എപ്പോഴും പറന്ന് ഇങ്ങനെ പോകും. ക്ലിപ്പ് ഇട്ട് വെക്കണം. അപ്പൊ ഇങ്ങനെ ഈ ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഞാനിപ്പോ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇങ്ങനെ ഇരിക്കും കണ്ടോ, ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്ലിപ്പുകൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ നമുക്കിങ്ങനെ തൂക്കിയിട്ടിട്ട് നമുക്കിങ്ങനെ കാണിച്ചു. അപ്പൊ ലാസ്റ്റ് ഞാനിതിപ്പോ കാണിച്ചു തരാം എങ്ങനെയാന്ന്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് വീട്ടിലേക്ക് എന്തായാലും അത്യാവശ്യമുള്ള കാര്യമാണ് ഈ ഒരു സ്പാച്ചുല പോലത്തെ. ഇത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും നമ്മൾ കറികളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും കേക്ക് ഉണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ. കേക്ക് ഉണ്ടാക്കാൻ ചിലർക്ക് വിചാരം കേക്ക് മാത്രമാണ് ഇത് ഉണ്ടാക്കാൻ യൂസ്ഫുൾ ആവുക. അല്ല, നമുക്ക് എന്തെങ്കിലും നമ്മൾ ഇഡ്ഡലി മാവോ അങ്ങനെ ദോശമാവോ അല്ലെങ്കിൽ എന്തെങ്കിലും കറികളോ ഒക്കെ നമ്മൾ അരച്ചെടുക്കുക. അങ്ങനെ എന്തെങ്കിലും പനീർ ബട്ടർ മസാല ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അരച്ചൊക്കെ എടുക്കുമ്പോൾ ശരിക്കും നമുക്ക് മിക്സിയിൽ നിന്നൊക്കെ എടുക്കാനും അതുപോലെ തന്നെ പ്ലേറ്റിൽ നിന്നൊക്കെ ശരിക്കും വടിച്ചെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. ഒരു തരി പോലും ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ ആ ഒരു പ്ലേറ്റിൽ. ശരിക്കും നമുക്ക് കറക്റ്റായിട്ട് വടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ഇത്. അപ്പോൾ ഇതും വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ.
അതുപോലെ തന്നെ പിന്നെ ഇതുപോലെ തന്നെ ഒരു ബ്രഷാണ്. നമുക്ക് ഇതിന് ഒരു 50 or 30 rupees ഒക്കെ വരുന്നുള്ളൂ നമുക്ക് സംഭവം. ഇതായാലും നമുക്ക് സിലിക്കൻ്റെ തന്നെയാണ്. ഇത് നമുക്ക് നെയ്യൊക്കെ പരട്ടാനും അതുപോലെ തന്നെ കേക്കിൽ തന്നെ ആയാലും നെയ്യ് പരട്ട അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഈ നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അധികം എണ്ണയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് ടിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ നോൺ സ്റ്റിക്കിൽ ഇതൊക്കെ ഉണ്ടാക്കിയാൽ ഏറ്റവും നല്ലൊരു സാധനമുണ്ട്. ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഈ ഒരു മൈക്രോ ഫൈബറിന്റെ ആണ്. ഇത് നല്ല യൂസ്ഫുൾ ആണ്. ഇത് മുന്നേ ഒരു പ്രാവശ്യം വാങ്ങിച്ച് അത് അത്യാവശ്യം ഉപയോഗിച്ച് കേടായി പോയ സാധനമാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ തന്നെ ഇതിട്ടിട്ട് നമുക്ക് കിച്ചൺ തുടയ്ക്കാനും അതുപോലെ തന്നെ പൊടികൾ ജനലേമൊക്കെ പൊടികൾ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കാറ് വാഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല യൂസുകളുണ്ട് കേട്ടോ. സിങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ, അങ്ങനെ ഒരു നമുക്ക് കൈ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ നല്ലതാണ്, അടിപൊളിയാണ്. ഇത് കണ്ട കയ്യിൽ നമുക്ക് ഇട്ടിട്ട് പല രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് അടിപൊളി സാധനമാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് എപ്പോഴും നമുക്കൊരു യൂസ്ഫുൾ ആവുന്ന സാധനമാണ് ഈ ഒരു ഹുക്ക്. അപ്പൊ നമുക്ക് ഇത് ഇപ്പം ചിലര് ഈ വാടകയ്ക്കൊക്കെയാണ് താമസിക്കണമെങ്കിൽ അവർക്കൊക്കെ പറ്റിയൊരു സാധനമാണ് ഹുക്ക്. അപ്പൊ ഇതും അത്യാവശ്യം നമുക്ക് ബാത്റൂമിലും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡോറിന്റെ ബാക്കിലും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ ഇതും നമ്മുടെ വീട്ടിൽ എന്തായാലും അത്യാവശ്യമാണ്. പെട്ടെന്ന് നമുക്ക് എന്തായാലും കിച്ചണിലൊക്കെ എന്തെങ്കിലും നമുക്ക് കിച്ചണിന്റെ തന്നെ കുറച്ച് കയ്യിലുകളോ അങ്ങനെയൊക്കെ തൂക്കിയിടണമെങ്കിലൊക്കെ നമുക്ക് തൂക്കിയിടാം. പിന്നെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ കാര്യങ്ങൾ തൂക്കിയിടരുത്. അപ്പൊ ചിലപ്പോൾ ഇത് പെട്ടെന്ന് ഇത് സ്റ്റിക്ക് ചെയ്തത് അത് ഇരിക്കണമെങ്കിൽ ഒരു 24 hours കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു എന്താ പറയാ ഈ ഒരു ഹുക്ക് യൂസ് ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ ഹുക്ക് ചെയ്തു, ഇപ്പൊ ഇവിടെ ഹുക്ക് ചെയ്ത് നിൽക്കാം. ഹുക്ക് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ഇതിൽ ഞാത്തിട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് താഴെ വീഴും. അല്ലാതെ നമ്മൾ ഒരു നെക്സ്റ്റ് ഡേ ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഇത് സ്റ്റിക്ക് ആവുള്ളൂ. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് എല്ലാവരുടെ വീട്ടിലും ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾ വാങ്ങിച്ചോളൂ. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. നമുക്ക് മുട്ട അടിക്കാനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കേക്കൊക്കെ ഉണ്ടാക്കാനും ഒക്കെ പറ്റിയൊരു സാധനമാണ് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടും ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ പറ്റിയൊരു സാധനമാണ്. അപ്പൊ നിങ്ങൾ ഇത് മറക്കാതെ മിസ്സാവാതെ എന്തായാലും ഒരു വീട്ടിൽ വാങ്ങിക്കേണ്ട ഒരു സാധനമാണ്. നമുക്ക് അധികം പ്രൈസ് ഒന്നുമില്ല, 30 rupees or 40 rupees അത്രേ വരുന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് നമുക്ക് നന്നായിട്ട് വാട്ടർ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ഇവിടെ എൻ്റെ സിങ്കിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് നമ്മുടെ പൈപ്പിൽ കുറച്ചൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും ഷവർ പോലെ നമുക്കിത് വരും. അധികം വെള്ളവും ചിലവാവില്ല, പക്ഷെ നമുക്ക് നന്നായിട്ടും ചിലരുടെ വെള്ളം കുറച്ച് പതുക്കെ അങ്ങനെയൊക്കെ നമുക്ക് സിങ്കിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടി ഈ ഒരു സംഭവം അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ശരിക്കും നന്നായിട്ട് പാത്രമൊക്കെ കഴുകണവർക്ക് അറിയാം, നന്നായിട്ട് വെള്ളം വന്നാലാണ് നമുക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവുള്ളൂ. എന്താ വെച്ചാൽ യൂസ്ഫുൾ ആവില്ല, വെള്ളം വന്നാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടും ശരിക്കും സ്പ്രെഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി സൗകര്യമായിരിക്കും. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് സേവ് ചെയ്യാനും പറ്റും. അപ്പൊ ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോൾ എല്ലാവരുടെയും ഇതിൽ ഈ ഫിറ്റ് ആയിന്ന് വരില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് കയറ്റിയാൽ മതി. എന്ന് വെച്ചാൽ ആദ്യം എന്റെ സിങ്കിൽ ഇത് കൊള്ളുണ്ടായിരുന്നില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നന്നായിട്ട് കയറ്റിയപ്പോൾ കറക്റ്റായി. അപ്പൊ നിങ്ങൾക്കായാലും ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അധികം കരടൊക്കെ ഉണ്ടെങ്കിൽ ഇത് അവിടെ ഫിൽറ്റർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇരിക്കും. അപ്പോൾ ഇതും നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെറിയൊരു ഓർഗനൈസർ ആയിട്ട് നമുക്ക് വാങ്ങിച്ചത് ഈ ഒരു കാര്യമാണ്. ഇത് നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിൽ തന്നെ ഫോട്ടോസ് ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ബാത്റൂമിലൊക്കെ ആയാലും ഈ മൂലയിൽ ഇങ്ങനെ വെച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് ഇരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സോപ്പോ അതുപോലെ തന്നെ സോപ്പ് മാത്രമല്ല നമുക്ക് നമ്മുടെ ഫേസ് വാഷ് അതുപോലെ തന്നെ ഷാംപൂസ് പല തരത്തിലും വെക്കാം. അതുപോലെ തന്നെ സ്ക്രബൊക്കെ ഇവിടെ ഞാത്തിയിടണമെങ്കിൽ ഞാത്തിയിടാം. അങ്ങനെ പലവിധ ഉപയോഗങ്ങളുണ്ട്. ഇത് ബാത്റൂമിൽ മാത്രമല്ല നമുക്ക് കിച്ചണിലായാലും യൂസ് ചെയ്യാം. ഞാൻ കിച്ചണിൽ ഇത് വെച്ചിട്ടുണ്ട്. കിച്ചണിൽ ഒരു മൂലയിൽ ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ ഞാൻ സ്പൂണൊക്കെ വെക്കാൻ ഒരു ചെറിയൊരു ഗ്ലാസ് വെച്ചിട്ട് സ്പൂണൊക്കെ അത്യാവശ്യം ആവശ്യമുള്ള സ്പൂണുകളും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് അത്യാവശ്യം ചെറിയ പ്ലേറ്റ്സുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അങ്ങനെ വെക്കാനും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കിച്ചണിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാത്റൂമിൽ വേറൊരു ബാത്റൂമിലും ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. വില വന്നിട്ട് നമുക്ക് എന്താ പറയാ ഒരു 200 താഴെ എന്തായാലും വരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇത് നോക്കിയിട്ട് എല്ലാത്തിനും ലിങ്ക് പറ്റുകയാണെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഇത് ചെറിയൊരു ഓർഗനൈസർ പോലെയാണ്. ഇത് ഇങ്ങനെ ലെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2 ലെയർ ഉള്ളൂ. നമുക്ക് ചെറിയൊരു ഇതിങ്ങനെ വെച്ചിട്ട് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ
ഞാൻ കാണിച്ചു തരാം അപ്പോൾ എങ്ങനെയാണ് ഫിറ്റ് ചെയ്തിട്ട്. ഇതിൽ ഞാനിപ്പോൾ ഫോട്ടോസ് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതിൽ ഫോട്ടോസ് കൊടുത്തിട്ടില്ല. ഞാനിപ്പോൾ വേഗം തന്നെ അത് ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് കിച്ചണിലായാലും നമുക്ക് വെള്ളമൊക്കെ തുറന്നു പോയപ്പോൾ കഴുകിയിട്ട് വേണമെങ്കിൽ ചെറിയ ചെറിയ പ്ലേറ്റുകൾ ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. ചെറിയ ചെറിയ പ്ലേറ്റുകളായിട്ട് നമുക്ക് വെക്കണമെങ്കിൽ വെക്കുകയും ചെയ്യാം. ഫിക്സ് ചെയ്യണമെങ്കിൽ കുറച്ചൊരു ടൈം വേണം. അപ്പോൾ അത് ഞാൻ ഫിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി എൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കിച്ചണിലായാലും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പലതരത്തിലും നമുക്ക് നമ്മുടെ ഈ ഒരു ഈ ഡൈനിങ്ങിൻ്റെ അവിടെ വേണമെങ്കിൽ വെക്കാം. നമുക്ക് ഈ ഡൈനിങ്ങിലല്ല കിച്ചണിലായാലും വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ അച്ചാർ കുപ്പികളും അതുപോലെ തന്നെ ഉപ്പ് പെപ്പർ അങ്ങനെയൊക്കെ വെക്കണമെങ്കിലും വെക്കാം. അങ്ങനെ പല യൂസുകളുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ചൊരു ക്യൂട്ടായിട്ട് തോന്നി. ചെറുതാണ് കേട്ടോ, അത്രയും ചെറുതാണ്. നമുക്കിങ്ങനെ കയ്യിൽ അത്രയും ഒതുങ്ങാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഇതായാലും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് വീട്ടിൽ എവിടെ വേണമെങ്കിലും കിച്ചണിലോ അതുപോലെ തന്നെ ഡൈനിങ്ങിലോ അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് വെക്കാനോ നമ്മുടെ കമ്മലുകളോ മാലകളോ അങ്ങനെയൊക്കെ വെക്കാനോ എല്ലാത്തിനും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പോൾ ഇതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ലിങ്കൊക്കെ താഴെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്